ഹായ് നമസ്കാരം. നമ്മുടെ മറ്റൊരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനെന്താ ഈ വിഷത്തിൽ നിൽക്കുന്ന വെച്ചാൽ കണ്ടോ, എൻ്റെ യൂണിഫോം ആയത് കേട്ടോ, ഇതേണ്ടാ കൊട്ട. അപ്പോൾ ഞങ്ങൾ മീൻ പിടിക്കാൻ പോവുക, കോരാൻ പോവുക. ഞാനും കുട്ടനും പോകുന്നുണ്ട്, കൂടെ ചേട്ടനുണ്ട്. ചേട്ടനിവിടെ കരയ്ക്കിരിക്കാൻ വരും കേട്ടോ. അപ്പോൾ ചേട്ടന് കാല് വേഗത്തോണ്ട് ചേട്ടൻ ഇറങ്ങുന്നില്ല. അപ്പോൾ ഞാനും മോനും കൂടെ ഇറങ്ങുന്നത് കേട്ടോ. അപ്പം ഞങ്ങളിറങ്ങി മീനൊക്കെ കോരിട്ട് കുറേ ദിവസമായി നമ്മൾ മീനെ കോരിയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഇറങ്ങി നല്ലൊരു ചെറിയ വെള്ളപ്പറ്റുണ്ട് കേട്ടോ. അപ്പോൾ ആ വെള്ളപ്പറ്റിൽ നമ്മൾ ഇറങ്ങാമെന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ നല്ലൊരു വലയൊക്കെ നമുക്ക് കിട്ടി, അത്യാവശ്യത്തിന് കോരാൻ പറ്റിയൊരു വല, മീൻ കോരുന്ന വല കേട്ടോ. അയ്യോ, കൈവല എടുത്തില്ലല്ലോ, അത് വേണ്ടേ? അപ്പം നമ്മൾ ഇറങ്ങട്ടെ കേട്ടോ. ഇറങ്ങിട്ട് ഭയങ്കര കൊതു കേട്ടോ. തടത്തന്നെ ഇതുവരെ പോയിട്ടില്ല കേട്ടോ. മേളിൽ കൊണ്ടുവേണം കേട്ടോ, അടി വയ്ക്കരുത്. ചെല്ലേ മേളിൽ കൊണ്ടുപോകണം, മേളിൽ കൊണ്ടുപോകാം. മേളിൽ കൊണ്ടുപോകാം. ഓ പോയി 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 കിഴക്കോട്ട് പോയി. പോട്ടെ പോട്ടെ. വൈകിട്ട് ഇവിടെ ഇവിടെ ഇങ്ങോട്ടൊന്ന് പോരല്ലോ, ഈ സൈഡ് പോരും. വലിയ പൈപ്പായിരിക്കും. ചേച്ചിയുടെ രീതി നിങ്ങൾ അങ്ങോട്ടേ ഉള്ളൂ, അവിടെ എടുക്കും. ആണ്ടെ ചൂട് ഇങ്ങോട്ട് വാ, കപ്പ്. ചെറിയ പൈപ്പല്ലേ? കയ്യിലിടിച്ച് പോയി. മടവര അന്തരിഞ്ഞെടുക്കാങ്കിലേ ചിലപ്പോൾ 2 വെള്ളത്തിൽ കിട്ടിയാലോ. ആ മേളിൽ കൂടെ അപ്പുറത്തൂടെ കയറി നടന്നു പോയിട്ടോ. നിങ്ങൾ ആ വലയ്ക്കകത്തോട്ടേ വലയ്ക്കകത്തങ്ങ് കയറ്റണം പൈപ്പ് കേട്ടോ. പൈപ്പ് വലയ്ക്കകത്ത് കയറ്റണം. അവിടെ വലയ്ക്കകത്തങ്ങ് കയറ്റിയാൽ മതി. ഈ പൈപ്പ് എടുത്ത് എങ്ങനെ വലയ്ക്കാതെ വലയെ കിടന്നു കഴിഞ്ഞാൽ എന്ത് കിട്ടും? കോരി അങ്ങ് കയറ്റണമെന്ന്. ഞാൻ ആ സൈഡ് നോക്കിയാലും മതിയായിരുന്നു. എന്തോടാ ഇതിനും വേണ്ടി കൊതുകളായി. അതെ ചേട്ടാ ഇറങ്ങി.
തടക്കരിമീൻ കേട്ടോ. ഓ മോളി ഇരിക്കുന്നുണ്ടോ? താഴട്ട് വീണ്ടും ചാടും അത്. വേറെ മീനുണ്ടോ? ഓ ആ മുട്ടയിട്ട് വെച്ചേക്ക് നോക്കാം. മുട്ട അത് ഉടയ്ക്കാതെ അങ്ങ് താത്തി. ആ മീനങ്ങിട്, അത് പോകും. അരുവി മുട്ടയിട്ട് വെച്ചേക്കുന്നുണ്ടോ? അത് അവിടെ പോയി. മറ്റേ മീനുണ്ടല്ലോ. മറ്റേ മീനോടുണ്ട്. പോട്ട് അങ്ങനെ എടുക്കാൻ പറ്റത്തില്ല. ആരോഗ്യം അമ്മയ്ക്ക് ആരെയും ഉണ്ടോ എടുക്കാം? ഇതൊന്ന് എടുത്ത് നോക്കാൻ തരും രണ്ട് സൈഡിൽ നിന്ന്. ശരിയപ്പാ ആ അങ്ങോട്ടാ. ഇപ്പൊ കളഞ്ഞാണോ? അങ്ങോട്ട് കിടക്കുന്നുണ്ടോ? ഇച്ചിരി ഉള്ളത് സംഭവം. അതിപ്പോ എടുത്തു വിട്ടാ നോക്കട്ടെ. അല്ലല്ല ശകലം ഉള്ളത്. മാറി 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 മാറി. ഓ ഇത് കൈ അടയത്തില്ല. പലയുടെ അടുത്തടുത്ത് നോക്കും. വള്ളത്തിൽ കിടക്കണം. കക്കായോ? ഇടിച്ച് തിരിച്ചു പോയി കാണും. അങ്ങനെ എനിക്ക് പോരാ, കൈ കയറ്റി ഇങ്ങോട്ട് അടക്കണം. ഈ തൊപ്പിനകത്ത് മീൻ അന്ന് മീൻ കിട്ടിയത് നല്ല വെള്ളപ്പറ്റായിരുന്നു. അത് തന്നെയല്ലേ ഞാനും പറഞ്ഞ കുറച്ച് നേരമായിട്ട്. വെള്ളപ്പറ്റില്ല. അതിനകത്ത് കിടന്ന വെള്ളത്തില്ല. എന്തോ ചെറിയ വല അടുക്കാത്ത സാധനത്തിനകത്തൊക്കെ വല കൊണ്ടടിച്ച് ഒരു പൊട്ടം ഭാഗ്യത്തിന് അടിച്ചതാന്നേ. ഏതോ ഒരു വല പൊക്കി പിടിക്കേ. അത് കരക്കോട്ട് പോയി. വല പിടിക്കാച്ചോ. കരക്കോട്ട് പോയില്ല. കളയാതെ ഇനി പോകത്തില്ല. ഞാനും വയ്യ. ആ രണ്ട് തടപ്പുള്ളത്തിൽ പോയില്ല. ഇല്ല എന്റെ കാലേ തിരിഞ്ഞു പോയിപ്പോ. എന്റെ കടയിൽ വന്നിടിച്ച്. ഏതായാലും കറിക്കായി. കാത്തുടിച്ച അയ്യോ മൂന്നെണ്ണം ഉണ്ടായിരുന്നു. എന്റെ കാലയിലുണ്ട് അടിച്ച്. ഞാൻ പറഞ്ഞില്ലേ എന്റെ കാലയിൽ അടിച്ചു. അത് പോട്ട്. ഇനിയിപ്പോൾ അതിലായി കറിക്കായി. മീനങ്ങ് പോകത്തില്ല. മീനെ
പിടിക്കുമ്പോ മീൻപിടുത്തക്കാരൻ ചേട്ടനാ. എനിക്കെല്ലാം എന്തായാലും കിട്ടൂടെ? എന്തായാലും ഇവിടെ കയറ്റി വെച്ചേക്കാം, വള്ളത്തൊന്നും എടുക്കട്ടെ. ആ കരിക്കുമ്പോൾ വാടി കിടക്കുവാണോ? അത് അത് കഴിക്കല്ല വിടലായത്. അല്ല ആ കളറ് അതിന് ഉണക്കായില്ലേ, ഉണക്കിൻ്റെ രണ്ട് മഴയില്ലാതെ എല്ലാം പൊഴിഞ്ഞു പോയി. ഇത് മീൻ അടുപ്പിക്കാറ് തല കണ്ടാൻ്റെ പോലെ ഒടിച്ചു കളയണ്ടതാ. എനിക്കല്ല കീറിപ്പോവും, കീറിപ്പോവും. മോളിയാന്ന് തോന്നിയതാ. നീല ബക്കറ്റിനകത്ത് ഇരിക്കുന്ന. അപ്പോഴങ്ങനെ ഞങ്ങൾ മീനൊക്കെ കൊരി കേട്ടോ, തിരിച്ചു പോകും കേട്ടോ. മീനൊക്കെ ഒരു കറിക്കുള്ള മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പം അതുമായിട്ടങ്ങ് പോകാം കേട്ടോ. കോരി കയറിയതാ, സമയം ഒത്തിരി ആയില്ലേ. ഇനി നാളത്തേക്ക് കറിയായി, ഇന്നത്തേക്കും ഇച്ചിരി കറി വെക്കണം. അപ്പോൾ നമുക്ക് പോകാം. ഇതുവഴി അങ്ങ് പോകാം കേട്ടോ. ഈ ഒരു സൈഡിൽ കൂടെ കയറി അതിലൂടെ പോയാലേ കാല് ചെരുപ്പില്ലാത്തതുകൊണ്ടേ കക്ക കുട്ടിയൊക്കെ കിടക്കുന്നതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ ഇതുവഴിയും കയറിപ്പോകാം. എല്ലാ പ്രാവശ്യം ചേട്ടൻ ഇറങ്ങുന്നതെന്ന് ചേട്ടൻ ഇറങ്ങാൻ കാല് വയ്യാത്തതുകൊണ്ടാണ് ഞങ്ങൾ രണ്ടും കൂടെ ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ നമുക്ക് പോയി മീനൊക്കെ ഒന്ന് കാണാം. ഇത്ര സൗണ്ട് എന്നാ പോയത്? കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ അത് മോളു? കണ്ടിട്ടുണ്ടോ? പിടിച്ചു നോക്കുന്നോ? ഒരു മീനും കൊണ്ട് ഓട്ടം. ആ തുണിയും കൊണ്ട് ഇപ്പൊ പോവല്ലേ? അവിടെ നില്ലേ, അവിടെ നിക്ക്. രാമിന്റെ പൂച്ച കേട്ടോ, ആ തുണിയും കൊണ്ട്. ആ തുണി കൊണ്ടിട്ടടി മോളെ, മീനും കൊണ്ട് ഇട്ട് കേട്ടോ. സൂസി നീ അവിടെ ഇട്, നിനക്ക് ഇനി വരാമെങ്കിൽ തരാം. അത് എടുത്തിട്ട് ഓടി കേട്ടോ. വള്ളത്തിയല്ല, ഒരു എന്തുവാ പൂളേനെ. അപ്പോൾ നമുക്ക് കിട്ടി മീൻ കേട്ടോ. ബാക്കി രണ്ടെണ്ണം എടുത്ത് നമ്മൾ നാളത്തേക്ക് ഇട്ടിട്ടുണ്ട്. ഇത് ഇന്നത്തേക്കുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് കണ്ടിച്ചെടുക്കണം. കുറേ നേരം ഒന്ന് ചാവിട്ടുന്നിട്ട് പറക്കി കണ്ടിച്ചെടുക്കാം. നമ്മൾ മീനൊക്കെ ഒന്ന് തേച്ച് കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ചോനൊന്നുകൂടെ വൃത്തിയാവാനുണ്ട്. അപ്പോൾ ഇനി കുറച്ച് ഉപ്പും കൂടെ ഒന്ന് ഇട്ടിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കൊരു 5 മിനിറ്റ് കഴിയുമ്പം ആ ഉപ്പുവെള്ളത്തിൽ കിടന്ന ആ മീനിൻ്റെ ചേറിൻ്റെ ഒരു മണമൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ആ ഉളുമ്പ് മണമൊക്കെ ഒന്ന് പോയി കിട്ടുന്നവരെ ഈ ഉപ്പുവെള്ളത്തിലൊക്കെ ഒന്ന് കിടക്കട്ടെ. അതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് തേച്ച് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് നമുക്ക് കറി വെക്കാം. അപ്പോൾ നമ്മൾ കോരിക്കൊണ്ടുവന്ന മീനൊന്ന് വെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. വെട്ടിയെടുത്ത് നല്ലപോലെ തേച്ച് വൃത്തിയാക്കി കൊണ്ടുവന്നേ. അപ്പോൾ ഇവിടെ കൊണ്ടുവന്നാൽ കുറച്ച് ഞാനൊന്ന് ഉപ്പ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് ഉപ്പ് വാരിയിട്ടുണ്ട്. കാരണം മീനിൻ്റെ ഒരു ഉളുമ്പ് മണമൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊന്ന് പോകാൻ വേണ്ടിയിട്ട് കുറേ ഉപ്പ് വാരിയിട്ടതാണ്. അപ്പോൾ അത് നല്ലപോലെ ഒന്നുകൂടെ ഒന്ന് പിച്ചാത്തിക്കും കൂടെ ഒന്ന് തേച്ച് കഴുകി എടുക്കാമെന്ന് കരുതിയത്. തേച്ച് അതിൻ്റെ ആ പറക്കലിൻ്റെ അടിയിലൊക്കെ ഇരിക്കുന്ന ഒരു കറുത്ത സാധനമില്ല, അതൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. അപ്പം അത് തേച്ച് കഴുകി എടുക്കട്ടെ, എന്നിട്ട് നമുക്ക് കറി വെക്കാം. അപ്പം ചിലർ ഇതിൻ്റെ തൊലി ഇരിഞ്ഞ് കറി വെക്കും. പക്ഷേ ചിലർ ചെത്തിയെടുക്കും. ഞാനിതൊന്നും തൊലി ഇരിയുന്നതുമില്ല, ചെത്തുന്നതും ഇല്ല കേട്ടോ. അപ്പം നമ്മൾ ചെയ്യുന്ന പറഞ്ഞാൽ കല്ലേ വെച്ച് നല്ലതുപോലെ തേച്ചെടുക്കുക ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലും എല്ലാവരും ചെയ്യുന്നത് എങ്ങനെ എന്തെന്ന് പറഞ്ഞാൽ ഈ കരിമീനിൻ്റെ തൊലിയുടെ പുറത്താണ് ഇതിൻ്റെ നെയ്യുള്ളത്. അപ്പോൾ അതുകൊണ്ട്
ഈ തൊലി ചെത്തി എടുത്ത് കളഞ്ഞാൽ കരിമീനിൻ്റെ ഗുണം അങ്ങ് പോകും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരിക്കലും തൊലി ഇരിഞ്ഞ് കളയരുത്. തൊലി ഇരിഞ്ഞ് കളയുന്ന മീനുണ്ട്, അതിൻ്റെ മാത്രമേ എടുത്ത് കളയാൻ മതി. ഇപ്പം വേറെ നൈസായിട്ടുള്ള തൊലിയാണ് കരിമീനുള്ളത്. അത് ഇരിഞ്ഞ് കളയേണ്ടത് ഒരു കാര്യവുമില്ല കേട്ടോ. നല്ലതുപോലെ തേച്ച് കഴിയാൻ മാത്രം മതി. നമ്മൾ കല്ലേ തേച്ച് ഒന്നുകൂടെ ഒന്ന് ചിച്ചാത്തേക്ക് കൂടെ ഒന്ന് ചുരണ്ടി എടുത്തതാണ്. അപ്പം നല്ല ഭംഗിയായിട്ട് അത് വെളുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കറിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ നമ്മുടെ കറിച്ചട്ടി അടുപ്പേ വെച്ചൊന്ന് കത്തിക്കണം. അത്രയും കാര്യമുള്ളൂ. സ്റ്റൗ ഒന്ന് കത്തിച്ച് കൊടുക്കണം. മീനെല്ലാം ഇവിടെ കഴുകി റെഡിയാക്കി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, ചെറിയുള്ളി, സവാള, ഒരു കുടംപുളി, പിന്നെ അര തക്കാളി, പിന്നെ കുറച്ച് മാങ്ങ, ഒരു ചെറിയ കഷ്ണം മാങ്ങ, ഇത്രയും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ വേണ്ടത് മുളക് പൊടി, മല്ലിപ്പൊടി, ഇനി മഞ്ഞൾപ്പൊടി, ഉലുവയും ചേർക്കണം. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ സ്റ്റൗ ഒന്ന് കത്തിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ സ്റ്റൗ കത്തിച്ചേ കറിച്ചട്ടിയൊക്കെ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി എണ്ണ നല്ലതുപോലെ കറിച്ചട്ടി ചൂടാകുമ്പോൾ ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ചെണ്ണ മതി. അപ്പോൾ ഇനി കുറച്ച് എണ്ണയിലേക്ക് നമുക്ക് കുറച്ച് പച്ചിലുവ ഇട്ട് കൊടുക്കാം. ഉലുവാപ്പൊടി അങ്ങ് തീർന്നു പോയി. അപ്പം ഇനി കുറച്ച് പച്ചിലുവ ഇട്ട് കൊടുക്കാം. ഉണ്ടോ, അത്രയും വേണ്ട, കയ്യിൽ അത്രയും വീണത് കൊണ്ട് ഞാൻ അങ്ങ് എടുത്തെന്നുള്ളതേ ഉള്ളൂ കേട്ടോ. അതൊന്ന് ചൂടായി വരട്ടെ. അതൊന്ന് ഉലുവാപ്പൊടി ഒന്ന് മൂത്ത് വരുമ്പോഴേ അപ്പോഴിനി നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. അതൊന്ന് ചെറുതായിട്ട് വാടി, നമ്മൾ മുളക് കറിക്ക് റെഡിയാക്കുന്ന കണക്കൊന്നും വേണ്ട കേട്ടോ. അതുപോലൊന്നും വരണ്ട. ഇതിപ്പോൾ അരിഞ്ഞപ്പോൾ ഇച്ചിരി കുറച്ച് തോന്നിയപ്പോൾ അതൊന്ന് മാറ്റി വെച്ചേക്കാം. കുറച്ച് വലിയ ഉള്ളി ആയതുകൊണ്ടല്ലേ അരിഞ്ഞപ്പോഴും ഇച്ചിരി കൂടുതലായിപ്പോയി കേട്ടോ. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് വാടിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ തക്കാളി കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. തക്കാളിയും പച്ചമുളക്, മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒന്ന് ഇട്ട് കൊടുക്കാം. നമ്മൾ ഇത്രയും മുളക് പൊടിയും മല്ലിപ്പൊടിയും എടുത്തിട്ടുണ്ട്. ഒരു ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം നമുക്ക്. അപ്പോഴേ നമ്മൾ തേങ്ങ അരച്ച് ചേർത്തത് കാണിക്കാൻ പറ്റിയില്ല കേട്ടോ. ഫോൺ അങ്ങ് ഓഫായി പോയി. തേങ്ങ ഒഴിച്ച സമയത്ത് ചൂട് സ്റ്റൗവിൻ്റെ അടുത്തിരുന്നത് ചൂടായതുകൊണ്ടായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തേങ്ങ ഒഴിക്കുന്നത് കാണാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ കുടംപുളിയും അതുപോലെ നമ്മുടെ മാങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. ഉണ്ടോ, മാങ്ങ ഇട്ട്. അപ്പോൾ ഇനി നമുക്കൊന്ന് മൂടി വയ്ക്കാം കേട്ടോ. അപ്പോൾ കറി തിളച്ചോന്നൊന്ന് നോക്കട്ടെ. അപ്പോൾ കറി നല്ലതുപോലെ തിളച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മുടെ മീനൊന്ന് ഇട്ട് കൊടുക്കാം. തേങ്ങ അരച്ചതിൻ്റെ ബാലൻസ് തേങ്ങ തവി വെച്ച് കോരിയതുകൊണ്ടായിരിക്കാം. ഇന്ന് ഉപ്പിട്ട് കൊടുത്തിട്ടില്ലായിരുന്നു. ഉപ്പ് കൂടി എന്നിട്ട് കൊടുക്കാം. ഓഫായി പോകുന്നുണ്ട് കേട്ടോ. കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് എന്തൊക്കെയോ സാധനങ്ങൾ കിട്ടുന്നുണ്ട്, എന്തൊക്കെയോ സാധനങ്ങൾ കിട്ടാതുണ്ട് ഇടുന്നതൊക്കെ. അപ്പം അങ്ങനെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. അപ്പോൾ ഇനി മീനും കൂടെ അങ്ങ് പറക്കിയിട്ട് കൊടുക്കാം.
മീനിട്ട് കൊടുക്കട്ടെ. മീൻ നമ്മൾ ഒരുപാട് നല്ലതുപോലെ ഒന്ന് തിളച്ച് പറ്റാറായതിന് ശേഷം വേണം മീനിട്ടെടുക്കാൻ. കരിമീനാകുമ്പോൾ പെട്ടെന്ന് ഉടഞ്ഞു പോകും. അപ്പം ഞാനങ്ങനെ മീനൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മീൻ 2-3 കഷ്ണം എടുത്ത് 2 എടുത്ത് ഞാൻ വറക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ലിജിക്ക് വേണ്ടിയിട്ട് വറുത്തെടുക്കണം. അപ്പോൾ അങ്ങനെ മീനൊക്കെ പറക്കിയിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് അടച്ച് വെക്കാം. നമുക്ക് അടച്ച് വെച്ച് മീനോടെ ചെറിയ തീയിലൊന്ന് വേവിച്ചെടുക്കാം, കറി പറ്റിച്ചെടുക്കാം. കറിവേപ്പില വെന്തിറങ്ങാറായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോഴേ മീനുണ്ടായിട്ട് നമ്മൾ കുറച്ച് കപ്പ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി ആ കപ്പയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കണം. കറി അവിടെ ഒന്ന് റെഡി ആവട്ടെ കേട്ടോ. എന്ത് റെഡി ആവട്ടെ, അപ്പോഴത്തേക്ക് നമുക്ക് കപ്പയൊന്ന് അരിഞ്ഞെടുക്കാം. അപ്പം അങ്ങനെ നമ്മുടെ കപ്പയൊക്കെ അരിഞ്ഞെടുത്തൊന്ന് കഴുകി വൃത്തിയാക്കും കേട്ടോ. കറിയൊക്കെ ഏകദേശം വേവായിട്ടുണ്ട്, കറി പറ്റിയിട്ടുണ്ട്. അപ്പം കറി പറ്റി വരുമ്പോഴത്തേക്ക് കപ്പയൊക്കെ നല്ലതുപോലെ കഴുകിയെടുത്തല്ല പാലൊക്കെ നല്ലതുപോലെ കളഞ്ഞെടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. നല്ലതുപോലെ പുട്ട് പോലെ വേവുന്ന കപ്പയാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. കറി എന്തായെന്ന് നോക്കട്ടെ. കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട്. കറി ഉണ്ടോ, കറി ഒരുപാടങ്ങ് പറ്റിയാൽ നമുക്ക് കപ്പയൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ അതൊന്ന് കുറച്ച് വെള്ളം നിന്നോട്ട്, ഒരുപാടങ്ങ് ഇളക്കാൻ പറ്റത്തില്ല കേട്ടോ, കരിമീനായതുകൊണ്ടേ. ഉണ്ട്, ചട്ടിയിലിരുന്നൊന്ന് പറ്റിക്കോളും അത് കേട്ടോ. പിന്നെ നമുക്ക് കറിവേപ്പില കൂടി അതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കാം. നല്ല മണമുള്ള കറിവേപ്പില കേട്ടോ. കറി ഇറക്കി ഇങ്ങോട്ട് വെച്ചിട്ട് കപ്പ എടുത്ത് വെക്കാം നമുക്ക്. ചട്ടിയിലിരുന്നൊന്ന് പറ്റുപറ്റിട്ട് ഒന്ന് അടച്ചു വെക്കാം നമുക്ക് കേട്ടോ. ഇവിടെ തിളയ്ക്കുമായിരുന്നു ഇറക്കി വെച്ചപ്പോഴും. അപ്പോൾ ഇനി കപ്പ വെന്ത് വരട്ടെ. കപ്പ വെന്ത് വരുമ്പോഴത്തേക്ക് ഇനി മീൻ അരപ്പ് ചേർക്കണം കേട്ടോ. മസാല ഇട്ട് വെച്ചിട്ടില്ല മീൻ വറക്കാനുള്ളതിന്. അപ്പോൾ അതിനൊന്ന് മസാല ചേർത്ത് വെക്കട്ടെ. അപ്പോഴങ്ങനെ നമ്മുടെ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. കറി വെന്ത് റെഡിയായി ഇറക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ ഞാൻ ചീനി വെച്ചിട്ടുണ്ടായിരുന്നു. ചീനി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയത്തില്ല, മനസ്സിലാകത്തില്ല, കപ്പ. അപ്പം കപ്പ നല്ലതുപോലെ വേവുന്ന കപ്പയായിരുന്നു കേട്ടോ. നല്ല പുട്ട് പോലെ വേവുന്ന കപ്പയായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ കരിമീൻ താണ്ട ഒരു വശം തിരിച്ചിട്ടിട്ടുണ്ട്. അടുത്ത വശം ഒന്ന് മുരിഞ്ഞ് മാത്രം മതി കേട്ടോ. നല്ല രീതിയിൽ മുരിഞ്ഞു. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ പാത്രത്തിൽ കപ്പയൊക്കെ ഒന്ന് വിളമ്പി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവർക്കും നല്ല വിശപ്പുണ്ട്. അപ്പം അതും പ്രത്യേകിച്ച് മാത്രമല്ല, നമ്മുടെ കരിമീൻ കൂടി ആകുമ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് തന്നെ കഴിക്കാൻ തോന്നും. കാരണം കടമീനല്ലേ, നമ്മളിപ്പം കുറേ ദിവസം കൊണ്ടേ കടമീനായിരുന്നു കേട്ടോ. അതുകൊണ്ട് നമുക്ക് നമ്മുടെ കായലിലെ മീനായതുകൊണ്ട് നമുക്കൊരു വിശപ്പൊക്കെ കൂടും. അപ്പോൾ അതാണ് കാര്യം കേട്ടോ. അപ്പം കറിയൊക്കെ ഒന്ന് വിളമ്പി അവർക്ക് ആഹാരം കൊടുക്കാം, കൂട്ടത്തിൽ എനിക്കും കഴിക്കണം. അതുപോലെ തന്നെ നമുക്ക് എപ്പം നമ്മുടെ കായൽ മീൻ കൂട്ടണമെന്ന് തോന്നുമ്പോൾ നമ്മൾ തോട്ടിലിറങ്ങി പിടിക്കും കേട്ടോ. അതാണ് നമ്മുടെ രീതി. എന്നും കുറേ ദിവസം കൊണ്ടേ നമുക്ക് കടമീനായിരുന്നു. അപ്പോൾ കടമീൻ കൂട്ടി മടുത്തപ്പോഴാണ് ഇന്നൊന്ന് ഇറങ്ങി ഒന്ന് കോരാമെന്ന് വിചാരിച്ചത്. അപ്പോൾ എന്തായാലും കോരിയപ്പോഴും നമുക്ക് കുറച്ച് നല്ലതുപോലെ നല്ല കറിക്കുള്ള കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാ കാര്യം. അപ്പോൾ എല്ലാവർക്കും അപ്പുറമുണ്ട്. അപ്പോൾ കുട്ടനൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അപ്പം നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും സപ്പോർട്ടും ഒക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ അതിന് കുട്ടൻ്റെ അഭിപ്രായം കൂടെ ഒന്നറിഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ ലിജി തൊട്ടടുത്തുണ്ട്. ലിജി പ്രത്യേകം കഴിക്കുന്നില്ല. ലിജിക്ക് രാത്രി ഈ സമയം ആയതുകൊണ്ടുണ്ടല്ലോ എടുത്ത് കൊടുക്കും കേട്ടോ. ഈ സമയത്തൊന്നും അങ്ങനെ തനിയെ വാരി കഴിക്കത്തില്ല. ചൂടോടെയൊക്കെ ആയതുകൊണ്ട് കുട്ടനങ്ങ് വാരി കൊടുക്കും. അതൊക്കെ രീതി കേട്ടോ. കഴിക്കത്തില്ല, അതുകൊണ്ടാണ്. അപ്പം കൂടെ കണ്ണപ്പനുണ്ട്. ഞങ്ങളുടെ എല്ലാ ദിവസവും കണ്ണൻ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് കേട്ടോ. അവൻ എല്ലാ ദിവസവും വരും. ഇനിയിപ്പോൾ 2 ദിവസം കഴിയുമ്പോൾ കണ്ണൻ ജോലിക്കൊക്കെ പോവുക. അപ്പോൾ അതുകൊണ്ട് അയാളില്ല. അപ്പം നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ.
അപ്പോൾ എല്ലാവർക്കും അടുത്ത പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ.